നമസ്കാരം, ഞാൻ സതീഷ്. ഇന്ന് നമുക്ക് ഓംസ് ലോ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്നും അതിന്റെ പ്രാക്ടിക്കലും തിയറി തമ്മിലുള്ള ഡിഫറൻസും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നും ഒന്ന് നോക്കിയാലോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോർജ് സൈമൺ. അതെ, ഓം നിയമം കണ്ടുപിടിച്ച ആള് തന്നെയാണ്. ഈ ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? വോൾട്ടേജ് അഥവാ ഇലക്ട്രോൺസുകളെ മൂവ് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് ഒരു ചാലകത്തിനകത്തൂടെ കടന്നു പോയപ്പോൾ ആ ചാലകത്തിന്റെ റെസിസ്റ്റൻസ് ആ സോഴ്സിനെ എതിർക്കുകയും തന്മൂലം കറണ്ട് ഉണ്ടാകുകയും ചെയ്തു. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഓംസ് ലോ എന്താണെന്ന് നോക്കാം. Ohm's law states that the current is directly proportional to the voltage or potential difference and inversely proportional to the resistance at a constant temperature. എന്താണെന്ന് വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിലൂടെ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, ഒരു ഹൈ റെസിസ്റ്റൻസിലെ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജ് കടത്തിവിട്ടാൽ കറണ്ട് വളരെ കുറവായിരിക്കും. ഈ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്ന പിക്ചറിൽ വളരെ വലിപ്പമുള്ള ഒരു പൈപ്പിനകത്തുകൂടി ഉള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. അപ്പോ റെസിസ്റ്റൻസ് വലുതായത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചത്, ഇവിടെ കറണ്ടിന് വളരെ കുറവ് വന്നത്. അതായത് നമ്മുടെ വോൾട്ടേജ് സോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിന് ഫോഴ്സിനെ ശരിക്കും പറഞ്ഞാല് റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കറണ്ട് അഥവാ ഇന്റൻസിറ്റി വളരെ കുറവാണ്. ഇനി റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അല്പം ഒന്ന് കുറച്ചു നോക്കാം നിലവിലുള്ള. അപ്പോഴും വോൾട്ടേജിന്റെ അളവിന് വലിയ മാറ്റം വന്നു. അപ്പൊ പക്ഷെ വോൾട്ടേജിന് എന്ത് പറ്റി, കുറച്ച് ടെൻഷൻ തോന്നി തുടങ്ങി. അതായത് നല്ല രീതിയിൽ ഇത് പ്രതിരോധിച്ചു തുടങ്ങി. അപ്പോ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് അല്പം കൂടി. അതായത് ഓംസ് ലോയിൽ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് കുറയുമ്പോ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലേക്ക് ആവുമ്പോ കറണ്ട് കൂടുന്നു. ഇനി അതിന്റെ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ടല്ലേ, കുറച്ചുകൂടെ ഇത് കൂടി വരുന്നത്. ഇനി അതേസമയം റെസിസ്റ്റൻസ് വീണ്ടും കുറയുകയാണ്, വളരെ ലോ റെസിസ്റ്റൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വോൾട്ടേജിനുള്ള ജോലി വളരെ കൂടുതലാണ്. അതിനനുസരിച്ചുണ്ടാവുന്ന കറണ്ടും വളരെയധികം അല്ലെ. ഇപ്പൊ കറണ്ട് വളരെയധികം കൂടുതലാണ്. ഇനി റെസിസ്റ്റൻസ് ഫിക്സഡ് ആണ്, അതേസമയം വോൾട്ടേജ് കൂടി വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, റെസിസ്റ്റൻസിന് ജോലി കൂടി അല്ലേ. ഫിക്സഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് ഒരു അപ്ലൈഡ് വോൾട്ടേജ് കൂടിയപ്പോ ഫിക്സഡ് റെസിസ്റ്റൻസിന് പണി കൂടി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, കറണ്ട് വളരെയധികം കൂടി. അതിനർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞ നമ്മളെ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. ഈ രണ്ട് ഓപ്ഷൻ ആയാലും കറണ്ട് ഇൻക്രീസ് ചെയ്യും. പ്രതിരോധം കുറയുകയാണെങ്കിൽ കറണ്ട് കൂടും, അതുപോലെ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറണ്ട് കൂടും. ഇനി നമുക്കൊരു ഓംസ് ലോ ട്രയാങ്കിൾ വെച്ച് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന വോൾട്ടേജ്, അതിനെ നമ്മൾ ഡിവിഷൻ പോലുള്ള വരച്ചിട്ടുണ്ട്. V ഡിവൈഡഡ് ബൈ I ഈസ് ഈക്വൽ ടു R. അതായത് V ആണ് നമുക്ക് ഇപ്പൊ കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ V ബൈ I ഈസ് ഈക്വൽ ടു R. അതുപോലെ ഇനി I ആണ് കിട്ടേണ്ടതെങ്കിൽ V ബൈ R ഈസ് ഈക്വൽ ടു I. ഇനി V ആണ് കിട്ടേണ്ടെങ്കിൽ I ഇൻറ്റു R ഈസ് ഈക്വൽ ടു V. നമുക്ക് അത് ഇക്വേഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ആംപിയർ into times ohms, അല്ലെ, ആംപിയർ ടൈംസ് ohms. ഇനി
V/R=I. ഇനി അതുപോലെ R=V/I. അപ്പോ എല്ലാവർക്കും ഓംസ് ലോ മനസ്സിലായി എന്ന് കരുതട്ടെ. താങ്ക് യു. ഓംസ് ലോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.